ആകാശവാണി തൃശൂർ. ആരോഗ്യവേദി. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാം. സൈക്കോതെറാപ്പിസ്റ്റായ അനിൽ ഈശ്വരമംഗലം സംസാരിക്കുന്നു. അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവിതാവസാനം വരെ നീളുന്ന ഒരു തപസ്യയാണ് വിദ്യാഭ്യാസം. വളരെയധികം പണവും സമയവും ഇതിനായി നാം ചെലവഴിക്കുന്നു. പഠനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കുന്ന പരീക്ഷയുടെ നാളുകളാണ് ഇനി വരുന്നത്. പരീക്ഷാഭയം ലഘൂകരിച്ച് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനും പഠനം കാര്യക്ഷമമാക്കുന്നതിനുമുള്ള രസകരവും ശാസ്ത്രീയവുമായ ചില മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷയാകുമ്പോഴേക്കും അമിതമായ ഉത്കണ്ഠ, ഭയം, ഓർമ്മക്കുറവ്, അകാരണമായ ദേഷ്യം, അലസത എന്നീ മാനസിക ബുദ്ധിമുട്ടുകളും ക്ഷീണം, തലവേദന, വയറിളക്കം, ശ്വാസതടസ്സം, ഉറക്കമില്ലായ്മ, ദഹനക്കുറവ് എന്നിങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളും ചിലരിൽ കാണാം. മാനസിക പിരിമുറുക്കത്തിനും തളർച്ചയ്ക്കും അടിമപ്പെട്ടു പോകുന്ന ഇവർ പരീക്ഷകളിൽ ശോഭിക്കാതെ പിന്തള്ളപ്പെടുന്നു. പരീക്ഷാകാലങ്ങളിൽ വിദ്യാർത്ഥികളും ചില മാതാപിതാക്കളും മാനസിക സംഘർഷത്തിന് അടിപ്പെടുന്നത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഉത്കണ്ഠ, അമിത പ്രതീക്ഷ ഇവയെല്ലാം മാനസിക സംഘർഷത്തിന് കാരണമാകാറുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഏകാഗ്രത. നിങ്ങൾ ഒരുപക്ഷെ ദിവസവും 6-7 മണിക്കൂർ പഠിക്കുന്നുണ്ടാകും. ഇതുപോലെ ആഴ്ചയിൽ 7 ദിവസവും പഠനത്തിനായി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ ദിവസം 4 മണിക്കൂർ എന്ന തോതിൽ ആഴ്ചയിൽ 5 ദിവസം പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന ഗ്രേഡുകൾ ലഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെയുള്ള പ്രധാന വ്യത്യാസം ഏകാഗ്രതയിലാണ്. ഏകാഗ്രതയിലൂടെ മാത്രമേ അളവറ്റ നേട്ടങ്ങൾ കൈവരിക്കാനാകൂ. മനസ്സിനെ എത്രമാത്രം ഏകാഗ്രതപ്പെടുത്തുന്നുവോ അത്രമാത്രം വിജയം നേടുവാൻ നിങ്ങൾ പ്രാപ്തരാകുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ സഹായിക്കുന്ന ശാസ്ത്രീയ മാർഗങ്ങൾ പരിശീലിക്കുകയാണ് ഇതിന്റെ ആദ്യപടി. ഇതിനായി നിങ്ങളിൽ മാനസിക സംഘർഷമുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിൽ ചിന്തിക്കുകയും അവ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന പിരിമുറുക്കത്തിന്റെ അളവ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അതിനുശേഷം കാൽപാദം മുതൽ തലവരെയുള്ള ശരീരഭാഗങ്ങൾ ഓരോന്നായി അയച്ചുകൊണ്ടുവരികയും മനസ്സ് ശാന്തമാകാൻ അനുവദിക്കുകയും ചെയ്യുക. ഇങ്ങനെ സ്വസ്ഥമായ മാനസികാവസ്ഥയിൽ നിങ്ങൾ പിരിമുറുക്കമുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതും നിങ്ങൾ വിജയിക്കുന്നതും മനസ്സിൽ ചിത്രങ്ങളുടെ സഹായത്തോടെ ഭാവന ചെയ്യുന്നത് ആത്മവിശ്വാസവും ഏകാഗ്രതയും വളർത്താൻ സഹായകരമാണ്. കുട്ടികളെ ഭയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളിൽ ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ശീലം വളർത്തിയെടുക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അകാരണമായ ഭയം കാര്യക്ഷമത കുറയ്ക്കുമെന്ന കാര്യം കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. ബോധപൂർവമോ അല്ലാതെയോ ആണെങ്കിൽ പോലും ഉത്കണ്ഠയും ഭയവും തെരഞ്ഞെടുക്കുന്നത് നാം തന്നെയാണ്. ഓരോ തവണ ഭയത്തിന് അടിമപ്പെടുമ്പോഴും ആത്മവിശ്വാസവും ധൈര്യവും തെരഞ്ഞെടുക്കുവാൻ മനസ്സിനെ ആവർത്തിച്ച് ശീലിപ്പിക്കുക. ഭയവും ഉത്കണ്ഠയും വർദ്ധിച്ചു വരുന്ന ഏതൊരവസ്ഥയിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഫലം കാണാവുന്ന ഒരു ലളിതമായ പരിശീലനം ഇനി പറയാം. ഭൂരിഭാഗം വിദ്യാർത്ഥികളിലും ഭയത്തോടൊപ്പം വർദ്ധിച്ച ഹൃദയമിടിപ്പ്, മാംസപേശികളിൽ പിരിമുറുക്കം എന്നിങ്ങനെ വ്യത്യസ്തമായ ശാരീരിക പ്രതികരണങ്ങളും കണ്ടുവരുന്നുണ്ട്. അല്പസമയം കണ്ണുകളടച്ച് സ്വയം വിശ്രമിക്കുക. ഭയം മൂലമുണ്ടാകുന്ന എല്ലാ ശാരീരിക അസ്വസ്ഥതകളിലേക്കും നിങ്ങളുടെ തന്നെ മനസ്സിലെ സ്നേഹം അയക്കുന്നതായി സങ്കല്പിക്കുക. ആ സ്നേഹം ശാരീരിക മാനസിക അസ്വസ്ഥതകളെ ലഘൂകരിക്കുന്നതായും അനുഭവിക്കുക. സ്നേഹത്തിന് നിങ്ങൾക്കിഷ്ടമുള്ള നിറം സങ്കല്പിക്കുകയും ആ നിറം ശരീരത്തിലാകെ നിറയുന്നതായും ഭാവന ചെയ്യാവുന്നതുമാണ്. മനസ്സും ശരീരവും ശാന്തമാകുന്നതുവരെ ഈ പരിശീലനം തുടരാവുന്നതാണ്. ഇനി പഠനത്തിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള ചില പൊടിക്കൈകൾ പറയാം. ആത്മവിശ്വാസം വളർത്തുന്നതിനും പുരോഗമനാത്മകമായ വികാരങ്ങൾ നിലനിർത്തുന്നതിനും ലഘുനിർദ്ദേശങ്ങൾ സ്വയം നൽകാവുന്നതാണ്. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഇത്തരം നിർദ്ദേശങ്ങളെ അനുവാദ സൂക്തങ്ങൾ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, പഠനത്തിൽ അലസതയും പരീക്ഷാഭയവുമുള്ള ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ഇനി പറയുന്ന അനുവാദ സൂക്തങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും അവയുടെ അർത്ഥം മനസ്സിൽ അനുഭവിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. പഠനം ആസ്വദിക്കുവാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഇങ്ങനെയുള്ള അനുവാദ സൂക്തങ്ങൾ ആവർത്തിച്ച് പരിശീലിക്കുമ്പോൾ മനസ്സ് ശാന്തമാവുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ശാസ്ത്ര വിഷയങ്ങളിൽ മനഃപ്പാഠമാക്കേണ്ട കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം ശാസ്ത്ര വിഷയങ്ങൾ യുക്തിയുടെ വിഷയങ്ങളാണ്. യുക്തിബോധത്തോടെ കാര്യകാരണസഹിതം മനസ്സിലാക്കലാണ് ഈ വിഷയങ്ങൾ പഠിക്കാനുള്ള എളുപ്പവഴി. ചോദ്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യുക. 6 മാന്ത്രിക ചോദ്യങ്ങൾ ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്ത്, ആര്, എവിടെ, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ എന്നിവയാണ് ആ മാന്ത്രിക ചോദ്യങ്ങൾ. ഒരധ്യായം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മാന്ത്രിക ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന്, എന്താണ് ഈ അധ്യായത്തിൽ എനിക്ക് പഠിക്കാനുള്ളത്? ആരാണ് ഈ ആശയം കൊണ്ടുവന്നത്? ഏതെല്ലാം മേഖലകളിലാണ് ഈ തത്വം പ്രായോഗികമാക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിഷയം പഠിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് ഇതിന്റെ കാതലായ തത്വം?
ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഭാരോദ്വഹനത്തിനും മറ്റു കായിക മത്സരങ്ങൾക്ക് മുമ്പ് ശരീരത്തെ സജ്ജമാക്കുന്നതിനു വേണ്ടി കായിക താരങ്ങൾ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഠനകാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം കാണാവുന്നതാണ്. പഠനം തുടക്കത്തിൽ വളരെ സാവധാനത്തിലായിരിക്കും. പഠനത്തിന് മുമ്പ് മനസ്സിനെ സജ്ജമാക്കുന്ന ഘട്ടമാണിത്. ഏകാഗ്രത കുറവായിരിക്കുന്ന ഈ ഘട്ടം 2 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിന്നേക്കാം. പഠനത്തിലെ ഈ ഘട്ടത്തെ വാർമിംഗ് അപ്പ് പീരീഡ് എന്ന് പറയാം. പലരും ഈ ഘട്ടത്തിൽ പഠനം ഉപേക്ഷിക്കുന്നു. മടുപ്പ് തോന്നുന്നതുകൊണ്ട് പഠിക്കുന്ന വിഷയം മാറി വേറെ വിഷയം പഠിക്കാൻ തുടങ്ങുന്നു. 5 മുതൽ 10 മിനിറ്റ് വരെ ശ്രദ്ധിച്ചിട്ടും ഏകാഗ്രത കിട്ടാതെ വരുമ്പോൾ പഠനം നിർത്തി അവർ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു. പഠനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല എന്നവർ സ്ഥിരമായി പരാതി പറയുകയും ചെയ്യുന്നു. ശ്രദ്ധയോടെയുള്ള പഠനവും അശ്രദ്ധമായ പഠനവും രണ്ടും വ്യത്യസ്ത ശീലങ്ങളാണ്. അശ്രദ്ധമായി പഠിക്കുക എന്ന ശീലത്തിന് പകരം ശ്രദ്ധയോടെ പഠിക്കുക എന്ന ശീലം വളർത്തിയെടുക്കുക. വാർമിംഗ് അപ്പ് പീരീഡിനെ ഒരു പ്രതിബന്ധമായി കരുതാതെ ക്ഷമാപൂർവ്വം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു ശീലമാക്കുക. വാർമിംഗ് അപ്പ് പീരീഡ് കഴിഞ്ഞാൽ 50 മിനിറ്റോളം നല്ല ഏകാഗ്രത ലഭിക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ പഠനത്തിൽ കാര്യമായ പുരോഗതി കാണാം. ഈ സമയമുള്ള പഠനം നിങ്ങൾക്ക് സംതൃപ്തി നൽകുകയും ചെയ്യും. ഈ ഘട്ടവും കഴിഞ്ഞാൽ പഠനത്തിന്റെ കാര്യക്ഷമത ക്രമേണ കുറഞ്ഞു വരുന്നു. അതിനാൽ കാര്യക്ഷമത കുറയുന്നതിന് മുമ്പ് പഠനം നിർത്തുക. 5-10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം വീണ്ടും പഠനം തുടരാവുന്നതാണ്. മറവിയുടെ സിദ്ധാന്തം. ഹെർമൻ എബിംഗസ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഓർമ്മശക്തിയെക്കുറിച്ചും മറവിയെക്കുറിച്ചും ശാസ്ത്രീയമായ ഗവേഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ പഠനത്തിലെ ശ്രദ്ധേയമായ ചില വസ്തുതകൾ ഇനി പറയുന്നതാണ്. പഠനത്തിന് ശേഷമുള്ള 20 മിനിറ്റിനുള്ളിൽ തന്നെ പഠിച്ചതിലെ പകുതിയോളം കാര്യങ്ങളും നാം മറന്നുപോകുന്നു. 7 ദിവസങ്ങൾക്ക് ശേഷം പഠിച്ച കാര്യങ്ങളിൽ 80% വിസ്മരിക്കപ്പെടുന്നു. പഠനത്തിന് ശേഷമുള്ള 1 മാസം കൊണ്ട് മറക്കുന്ന മൊത്തം കാര്യങ്ങളുടെ 70% ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം തന്നെ സംഭവിക്കുന്നു. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഫലപ്രദമായ ഒരു പഠനരീതി എബിംഗസ് ശുപാർശ ചെയ്യുന്നു. ആദ്യത്തെ ദിവസം ഒരു പാഠഭാഗം പഠിക്കുക. തുടർന്ന് വരുന്ന 3 ദിവസവും ഈ കാര്യം ആവർത്തിച്ച് പഠിക്കുക. 7 ദിവസത്തിന് ശേഷം വീണ്ടും ഈ പാഠഭാഗം തന്നെ പഠിക്കുക. എല്ലാ പാഠഭാഗങ്ങളും ഇതുപോലെ ആവർത്തിച്ച് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുമ്പോൾ തന്നെ അവ വീണ്ടും പഠിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ ഓർമ്മയുടെ മുദ്രണങ്ങൾ ശക്തമാകുന്നു. ഇങ്ങനെ ആഴത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്നെന്നും മായാതെ നിലനിൽക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളൊരു ചോദ്യം ചോദിച്ചേക്കാം. പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക? പഴയ പാഠഭാഗങ്ങൾ വിട്ട് പഠനം എങ്ങനെ മുന്നോട്ടു പോകും? ഒരു ഉദാഹരണം എടുക്കാം. 6 മണിക്കൂർ കൊണ്ട് നിങ്ങളൊരു അധ്യായം പഠിക്കുന്നു. അടുത്ത ദിവസം ഇതേ അധ്യായം തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടിവരും? 1 മണിക്കൂറിൽ താഴെ. അടുത്ത ദിവസം ഈ അധ്യായം വീണ്ടും പഠിക്കുവാൻ 30 മിനിറ്റ് സമയം മതിയാകും. ആവർത്തിച്ച് പഠിക്കുമ്പോൾ പഠനസമയം ഗണ്യമായി കുറയുന്നു. ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ അക്കാര്യം നിങ്ങൾക്കറിയാമെന്ന ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുന്നു. അങ്ങനെ പഠനം വളരെ എളുപ്പമാകുന്നു. ശാന്തതയോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, ചിട്ടയായ പരിശീലനം, ഉൾക്കാഴ്ചകളെ പ്രാവർത്തികമാക്കാനുള്ള കഴിവ് എന്നീ ഗുണങ്ങൾ ആർജിക്കുമ്പോൾ പരീക്ഷകളിൽ മാത്രമല്ല ജീവിതത്തിലും വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാം. ഇതുവരെ സംസാരിച്ചത് സൈക്കോതെറാപ്പിസ്റ്റായ അനിൽ ഈശ്വരമംഗലം. ആരോഗ്യവേദി സമാപിക്കുന്നു.